പുള്ളിയെ നിങ്ങൾ കളിയാക്കിയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാനിങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെ പുള്ളി തൊട്ടടുത്ത് നിൽക്കുക നമ്മുടെ. അദ്ദേഹത്തിന് നേരിട്ട് അറിയാൻ പറ്റുക, അദ്ദേഹത്തിനോട് കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം. നമുക്ക് നല്ല രീതിയിലൊരു ഇച്ചിരി നല്ല രീതിയിൽ വെൽക്കം കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. താമസിച്ചാൽ വന്നത് എന്നാലും പുള്ളിനെ കാണാൻ പറ്റി. കളിക്കാൻ പറ്റില്ലെങ്കിലും പുള്ളിനെ കാണാനായിട്ട് പറ്റി. ക്രിക്കറ്റ് ഇതിഹാസം ജോണ്ടി റോഡ്സ് ആലപ്പുഴ എത്തിയതിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. പക്ഷേ ആലപ്പുഴ അർത്തുങ്കലിലെ ക്രിക്കറ്റ് ക്ലബ് അംഗങ്ങൾക്ക് ഇതൊരു ഏറ്റവും ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു. കാരണം അർത്തുങ്കൽ ഈ ക്ലബിന്റെ ഭാരവാഹികൾക്കൊപ്പം ജോണ്ടി റോഡ്സ് കളിക്കാൻ എത്തുന്നു, നേരിൽ കാണാൻ കഴിയുന്നു. ജോണ്ടി റോഡ്സ് ഇവരുടെ ബാറ്റിലും ജേഴ്സിയിലും ഒക്കെ തന്നെ ഒപ്പിട്ട് നൽകുന്നു. അങ്ങനെ അതിന്റെ ഒരു ഞെട്ടലിലാണ് ലക്കി സ്റ്റാർ ACC അർത്തുങ്കലിലെ. ഇതിന് നിങ്ങളാണ് അജിത്തേട്ടനാണ് ജോണ്ടി റോഡ്സിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അറിഞ്ഞു. എങ്ങനെയാണ് ജോണ്ടി റോഡ്സിനെ കാണുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 തൊട്ട് 8 മണി വരെ ഇവിടെ നമുക്ക് കളിയുണ്ട് സ്ഥിരം. അപ്പോൾ എൻ്റെ വീട് കണിച്ചുളങ്ങനയിലാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും സുധീഷും ശ്യാമും കൂടെ കളിക്കാനായിട്ട് വരുന്നുണ്ട് രാവിലെ. അപ്പോൾ അവർ സൈക്കിളിൽ വരുന്നത്, ഞാൻ ബൈക്കിൽ വരുന്നു. അപ്പോൾ ഇവർ ആദ്യമേ പോകുന്നായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ റിസോർട്ടിൻ്റെ വാതിക്കെ ഇവർ രണ്ടും കൂടെ ഒരു ഫോറിനേഴ്സിൻ്റെ കൂടെ നിൽക്കുന്നു. എന്നെ കൈ കാണിച്ച് നിർത്തി. ഞാൻ ബൈക്ക് കൊണ്ട് നിർത്തി. ഞാൻ കാണുന്നത് ക്രിക്കറ്റ് ഇതിഹാസം ജോണ്ടി റോഡ്സ്. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാനിങ്ങനെ വണ്ടടിച്ച് ഇങ്ങനെ പുള്ളി തൊട്ടടുത്ത് നിൽക്കുക നമ്മുടെ ചൈൽഡ്ഹുഡ് ഹീറോ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ഇങ്ങനെ നോക്കുമ്പോൾ പുള്ളി നേരെ വന്നിച്ച് എൻ്റെ കയ്യിൽ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്. ഞാനത് ഫ്രണ്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ബൈക്കാണ് വരുന്നത്. പുള്ളി നേരെ വന്നിച്ച് ഈ ബാറ്റ് എടുത്ത് ഇങ്ങനെ നോക്കി. നമ്മളെന്നും മൈൻഡ് ബാറ്റ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞ് എവിടെയാണ് കളിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി ക്രിക്കറ്റ് കളിച്ചത് ചുമ്മാ ചുംബിച്ചത്. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാറ്റ്. ഈ സ്കൂപ്പ് ചെയ്ത് ബാറ്റ് പുള്ളി കളിച്ചിട്ടില്ല. പുള്ളി ആദ്യമായിട്ട് കളിക്കുന്ന ബാറ്റ് ഗ്രേറ്റ് ബാറ്റാന്നാ പറഞ്ഞത്. നല്ല ബാറ്റാന്നാ പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞ് ചോദിച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്യണം ചെയ്താ എന്നെ ഒന്ന് ഗ്രൗണ്ടിൽ കളിപ്പിക്കുമെന്ന്. അപ്പം തന്നെ നമ്മൾ ഭയങ്കര ഇതായി. നമ്മൾ വിളിച്ചിട്ട് ഇവിടെ വന്നവരെ ഈ ക്രിക്കറ്റ് ക്ലബ്ബിൽ ആർക്കും അറിയത്തില്ല വരുന്നത് ഇങ്ങനെ നമ്മുടെ ജോണ്ടി വരുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ജോണ്ടി റോഡ്സ് കളിക്കാൻ വരികയാണെന്ന്. എൻ്റെ പൊന്നോ, നമ്മുടെ ബോൾ എറിഞ്ഞു കൊടുത്തത് ബോളെറിയുമ്പം ജോണ്ടി റോഡ്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ കളിക്കാരനാണ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ കളിക്കുന്ന ആളാണ്. മാത്രമല്ല ഇതിഹാസ താരം കൂടിയാണ്. അപ്പം ബോൾ എറിയാൻ കഴിയുന്ന ഒരു ഭാഗ്യം കൂടി ലഭിച്ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തെ പോലൊരു ലെജൻഡിന് വേണ്ടി നമുക്ക് അദ്ദേഹത്തിന്റെ കളിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് 90-നെയൊക്കെ നമ്മൾ ഇവിടെയെങ്കിലും TV ഒന്നും ഇല്ലാത്തത് പോലും ചേർത്തലൊക്കെ ഇവിടുന്ന് നടന്നു പോയും ബസ്സിനൊക്കെ പോയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ കളിയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അദ്ദേഹത്തിന് നേരിട്ട് അറിയാൻ പറ്റുക, അദ്ദേഹത്തിനോട് കളിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം. പിന്നെ ആ സൈൻ മേടിക്കുക. അപ്പൊ ജേഴ്സിയിലൊക്കെയാണ് സൈനൊക്കെ മേടിച്ചത്. സൈൻ ഇട്ടു ആ ജേഴ്സി കൊണ്ട് വെച്ചേക്കോളൂ, അത് ഞാനൊക്കത്തില്ല. കൂട്ടത്തിൽ ഏറ്റവും സീനിയർ പ്ലെയർ ചേട്ടനാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരുപാട് വർഷമായിട്ടുള്ള TV-യിൽ കണ്ടുള്ള പരിചയം മാത്രമായിരിക്കും ജോണ്ടി റോഡ്സിനെ കുറിച്ചുണ്ടാകും. പക്ഷേ നേരിട്ട് കാണാൻ കഴിഞ്ഞു, ഒപ്പം കളിക്കാനും കഴിഞ്ഞു. അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? തീർച്ചയായും അജിത്ത് രാവിലെ വരുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നമുക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. കാര്യം നമുക്ക് അതുപോലെ ഇന്റർനാഷണൽ തലത്തിൽ കളിക്കുന്ന ഒരാൾ നമ്മുടെ ഈ കൊച്ചു ഗ്രൗണ്ടിൽ വരിക. അപ്പോൾ പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് സത്യം പറഞ്ഞ ഞെട്ടലായിരുന്നു ആദ്യം. നമുക്ക് നല്ല രീതിയിലൊരു ഇച്ചിരി നല്ല രീതിയിൽ വെൽക്കം കൊടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ടാലന്റുള്ള പ്ലേയേഴ്സ് ഉണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം പുള്ളി പറഞ്ഞത് ഇവിടെ ക്രിക്കറ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്ക് തോന്നിയത്. പക്ഷെ ഇന്നലെ ഞങ്ങളുടെ ഗ്രൗണ്ടിൽ വന്ന് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായത് പാഷനായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കളിയെ എൻജോയ് ചെയ്യുക എന്നാണ് പുള്ളി പറഞ്ഞത്. ജോണ്ടി റോഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിനൊപ്പം ഇന്ത്യൻ താരങ്ങളൊക്കെ വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിഹാസങ്ങളെല്ലാവരും വരണം. കാര്യം ജോണ്ടി റോഡ്സ് വന്ന് ഞങ്ങളുടെ ഗ്രൗണ്ട് എന്തായാലും വൈറലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ കൂട്ടത്തിൽ എല്ലാവരും 30 കഴിഞ്ഞ ആളുകളാണ്. ഒരു യുവാവ് ഉണ്ടെന്ന് തോന്നുന്നു. ജോണ്ടി റോഡ്സ് നേരിട്ട് അറിയാവോ? നേരിട്ട് മീൻസ് മുൻപ് TV-ൽ കണ്ട് അറിയാവോ? ആദ്യമായിട്ടാണോ അറിയുന്നത്? ആളുണ്ടെന്ന് അറിയുന്നത് ആദ്യമായിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നല്ലതായിരുന്നു. ഞാൻ ഇന്നലെ താമസിച്ചാൽ വന്നത് എന്നാലും പുള്ളിനെ കാണാൻ പറ്റി. കളിക്കാൻ പറ്റില്ലെങ്കിലും പുള്ളിനെ കാണാനായിട്ട് പറ്റി. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കൂട്ടത്തിലുള്ള മറ്റൊരു യങ് പ്ലെയറാണ് ഈ ജോണ്ടി റോഡ്സ് എന്നൊരു താരത്തെ കുറിച്ച് മുൻപ് അറിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? അറിയായിരുന്നു. എത്ര വയസ്സായി? ഞാനും ജോണ്ടി റോഡ്സ്, ഞാൻ നോൺ സ്ട്രൈക്കും പുള്ളി സ്ട്രൈക്കും വരുന്നത്. ഞങ്ങളിപ്പം നല്ലൊരു അനുഭവമായിരുന്നു. ഇത്രയും നല്ല ഒരു പ്ലെയറിന്റെ കൂടെ കളിക്കാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കൂട്ടുന്നു. ഇപ്പം നിങ്ങളെ ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എത്ര വർഷം മുമ്പ് തുടങ്ങിയ ക്ലബ്ബാണ്? ഇതിന്റെ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ്? ഞങ്ങളൊരു 15 കൊല്ലം മുമ്പാണ് ഞങ്ങളിത് ഒരു 10-18 പേര് തുടങ്ങിയതാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ ലക്കി സ്റ്റാർ എന്ന് പറഞ്ഞ വായനശാലയാണ് കാണുന്നത്. അപ്പോൾ ആ വായനശാലയുടെ ഇതിൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ പൂഴിപ്പിച്ചൊക്കെ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഹരി വന്നു. അങ്ങനെ വന്ന ആളുകൾ വന്ന് ഞങ്ങൾ ഇത് വിപുലീകരിച്ച്
അപ്പം അന്ന് കളിച്ച കുറേ ഒരുപാട് പേരുണ്ട്, എൻ്റെ ഏജിലുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ ഇപ്പോൾ വരുന്നില്ല. പക്ഷെ അവരാണ് ഇതിന് മുൻകെടുത്ത് ചെയ്തത്. 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ഇതിഹാസം. തീർച്ചയായിട്ടും പറഞ്ഞ ജീവിതത്തിൽ തന്നെ കളിക്കാൻ തുടങ്ങിയിട്ട് 10-15 വർഷമായി. ആ ACC എന്ന് പറയുന്നത് ഇപ്പൊ ക്ലബ് ചെയ്ത് കളിക്കണം, അതൊരു 50 വർഷത്തേക്കുള്ളിൽ പാരമ്പര്യ ക്ലബ്ബാണ്. നമുക്ക് 50 വർഷത്തിലൂടെ അതിൽ കൂടുതലുണ്ട്. പഴയ താരങ്ങൾ എല്ലാവരും ഇവിടുന്ന് കുറെ പേര് കളിച്ച് ഡിസ്ട്രിക്ട് കളിച്ചിട്ടുണ്ട്, അങ്ങനെ കളിച്ച് കുറെ ടീമൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഈ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്, തൊട്ടുപുറം കടലാണ്, അങ്ങനെ മനോഹരമായ ഗ്രൗണ്ടാ 360 ഗ്രൗണ്ടാ. ഞങ്ങൾ 2 എൻഡിൽ കളിക്കാം. ഗ്രൗണ്ട് കാര്യം പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല, ആലപ്പുഴ ജില്ലയിൽ ഗ്രൗണ്ടുകൾ കുറവാണ്. അപ്പോൾ കളിക്കാർക്ക് അവസരം കുറവാണ്. ഇപ്പോൾ എല്ലാവരും ടർഫിലേക്ക് ഒതുങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂടി കൂട്ടായി തീരുമാനം എടുത്തിട്ട് ഗ്രൗണ്ടിൽ നടുക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും 2 എൻഡിലും ബാറ്റ് ചെയ്യാന്നുള്ള ഒരു പ്രത്യേകമാണ്. ആലപ്പുഴ ജില്ലയിലെ 1.5 ലക്ഷം രൂപ നമുക്ക് ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ ശരിക്കും. 360 ഡിഗ്രി ഗ്രൗണ്ട് എന്ന് പറയുന്നത് ലക്കി സ്റ്റാർ ACC മാത്രമേ ഉള്ളൂ ആലപ്പുഴ ജില്ലയിൽ. നിങ്ങളുടെ ആവശ്യം എന്താ? ഇത് ഗ്രൗണ്ടിനൊപ്പം തന്നെ മറ്റു താരങ്ങളൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്കൊപ്പം സഞ്ജു സാംസൺ വന്നാക്കളൂ. ഇപ്പൊ നമ്മുടെ സ്വകാര്യ അഹങ്കാരിയാണ്. അപ്പൊ അടുത്ത് നമ്മുടെ കേരളത്തായ ഇന്ത്യൻ താരം, നമ്മളെല്ലാ മലയാളി ലോകത്ത് എവിടെ മലയാളികളുണ്ടെങ്കിലും നമുക്ക് അപ്പൊ സഞ്ജു സാംസൺ ഇവിടെ വന്നാക്കൊള്ളാന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എല്ലാ താരങ്ങളും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കും. എന്തായാലും ജോണ്ടി റോഡ്സ് വന്നെങ്കിൽ പോലും അത് മാത്രം പോരാ, ഇന്ത്യൻ താരങ്ങൾ അല്ലെങ്കിൽ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ കൂടി ഇവിടെ എത്തണമെന്ന ആവശ്യം കൂടിയാണ് ഈ ക്ലബ് അംഗങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത്, റിപ്പോർട്ടർ ആലപ്പുഴ. പുള്ളിയെ നിങ്ങൾ കളിയാക്കിയായിരുന്നു.